നമ്മളിന്ന് ഒരു പുതിയ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലോ അങ്ങനെ റിവ്യൂ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എൻ്റർടൈനർ സജസ്റ്റ് ചെയ്തൊരു ഓപ്ഷനാണ്. ഫുഡ് ലിങ്ക്സ് എന്നാണ് അതിൻ്റെ പേര്. സിലിക്കോൺ ആസിലാണ്. അപ്പം ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്ന് നോക്കാം. ഒരു ഇന്ത്യൻ കോണ്ടിനെൻ്റൽ സോർട്ട് ഓഫ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ. സീ ഫുഡും മീറ്റും ചിക്കനും എല്ലാം ഡിഷസ് എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ പിസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഒന്ന് പോയിട്ട് നോക്കട്ടത്. ഒരു ഐഡിയ ഇല്ല അത്. പക്ഷേ ജനറലി എൻ്റർടൈനറിലെല്ലാം നല്ല റേറ്റിംഗ്സും കിട്ടിയിട്ടുണ്ട്. സൊമാറ്റോയിലും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അപ്പം നമ്മളെന്തായാലും ഇന്നൊന്ന് അവിടെ പോയി നോക്കട്ടെ. ഇന്നിവിടെ സാറ്റർഡേ ആണ്. അപ്പം നമ്മൾ രാത്രി ഒരു നല്ല ലേറ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 11:30 ആണ്. അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും 12 to 1 വരെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ട്. നല്ല വെതറൊക്കെയാണ് ഇവിടെ. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത്. അപ്പം ജാനുവരിയിൽ പുറത്തിറങ്ങാനെല്ലാം പറ്റിയ നല്ല അടിപൊളി വെതറാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഫുഡെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫോർച്യുനേറ്റ്ലി ഒരു 11:45 ആകുമ്പോൾ എത്തി. അപ്പോൾ എന്തായാലും അവർ ഫുള്ളി ഓപ്പൺ ആണ്. ഇവിടെ കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ട്. നമ്മളൊന്ന് മെനു എല്ലാം നോക്കിയിട്ട് എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കാം. ആക്ച്വലി ഒന്ന് എൻ്റർടൈനറിൽ മെയിൻ കോഴ്സ് മാത്രമേ ഉള്ളൂ. സിഗ്നേച്ചറും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. നമ്മൾ റിബൈ സ്റ്റേക്ക് എടുത്തു. ഒന്നൂറ് റിബൈ സ്റ്റേക്ക് എടുത്തോളൂ. എങ്ങനെയാ? വെൽഡൺ ആ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു സ്റ്റേക്ക് പറഞ്ഞായിരുന്നു അല്ലേ? ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ ഡംപ്ലിങ്സ് ആണ്. മോമോസ് സ്റ്റീംഡ് ആയിട്ടുള്ളൊരു അതൊന്ന് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്, വോൾക്കാനോ പ്രോൺസ്. നമ്മളൊരു വോൾക്കാനോ പ്രോൺസും സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിൽ സ്റ്റിർ ഫ്രൈ ബീഫാണ്. അത് ഇവരുടെ ഒരു ഏറ്റവും കൂടുതൽ പോകുന്നൊരായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബീഫ് ടെൻഡർലോയിൻ ആണ്. ഇത് ബ്രൊക്കോളി, ഒനിയൻസ് ആൻഡ് സ്പ്രിംഗ് ഒനിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ വേറെ ഒന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ഫയർ ക്രാക്കർ സാമൺ എന്ന് പറഞ്ഞിട്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രിൽഡ് സാമണിൻ്റെ ഒരു ഡിഷാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഒരു ഏക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പെനെ അറബിയാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് ചിക്കൻ. അപ്പോൾ ഈ 4 സാധനമാണ് മെയിൻസ് ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം 2 ബീഫ് ഡിഷ്, 1 സ്റ്റേക്കും. ആഹാ, ഒന്ന് കഴിച്ചിട്ട് നോക്കാമല്ലോ. ഒന്ന് ടീ നമ്മൾ ആദ്യം കാണിച്ചതായിരുന്നു. അത് വൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് ആണ്. ഓക്കെ. പിന്നെ ബ്ലാക്ക് ടീ വന്നു, അത് കാണിച്ചായിരുന്നു. ഓറിയന്റൽ മൊമെന്റ്സ് വന്നു. പിന്നെ അതേപോലെ ഓർഗാനിക് ജിഞ്ചർ ബ്രീസ് ഉണ്ട്. ഇതാണ് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഐറ്റം. ഞാൻ ട്രൈ ചെയ്യുന്നത് ആ ബ്ലാക്ക് ടീ ട്രൈ ചെയ്യാം. നമുക്ക് അങ്ങനെ നല്ല ടേസ്റ്റ് ആണ്. അതേപോലെ ഇതും അടിപൊളിയാണ്. ആണോ? ഗ്രീൻ ടീ ആണെന്ന് പറഞ്ഞിട്ട് ആണല്ലേ? നമ്മളെ ഇവിടെ വന്ന സമയത്താണ് ഇവിടെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ടീയിലുണ്ടെന്ന് പറഞ്ഞത്. പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ബ്ലാക്ക് ടീ ഓപ്ഷൻസ് ഉണ്ട്, ഗ്രീൻ ടീ ഓപ്ഷൻസ് ഉണ്ട്, വൈറ്റ് ടീ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു സംഭവം കണ്ടപ്പം ക്യൂരിയസ് ആയിട്ട് എന്താണെന്ന് ചോദിച്ചതാണ്. ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇത് നമ്മൾ ടീ ബാഗ് ഇട്ടിട്ട് അത് ടൈം ചെയ്യാനുള്ള ഒരു അവർ ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ടൈമറാണ്.
അപ്പോൾ നമ്മൾ ഡംപ്ലിങ്സ് ഓപ്പൺ ചെയ്യല്ലേ? നമുക്ക് ഡംപ്ലിങ്സ് തുടങ്ങാം. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റീംഡ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രൈഡും അവൈലബിൾ ആണ്. സ്റ്റീംഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചൂടോടൊക്കെ തന്നെ നല്ല ചൂടുണ്ടെന്നാണ് തോന്നുന്നത്. ഡൈനമൈറ്റ് പ്രോൺസും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡൈനാമിക് പ്രോൺസ് ആണെന്ന് ഇവർ പറയുന്നത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പിയാണത്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഡൈനാമൈറ്റ് പ്രോൺസ് പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ സാധനം എന്ന് പറയുന്നത് ഈ വോക്സ് സിനിമയുടെ ഒരു ഗോൾഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഡൈനാമൈറ്റ് പ്രോൺസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ലത്. അതിനോടൊക്കെ സെയിം ടേസ്റ്റ് അല്ലെങ്കിൽ അതിനോട് സമാസമുള്ള സംഭവമാണിത്. നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ ഈ ഫയർ ക്രാക്കർ സാമൺ സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ മുൻപ് കഴിക്കാത്ത സാധനമാണ്. തോന്നുന്നു നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു സാമൺ നോർമലി കുറച്ച് സാധാരണ കാണുന്നതിനെക്കാളും കുറച്ച് ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാട്ടോ, നല്ല ഇത് നല്ല ഫ്ലേവറാണ്. സാമൺ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ സാലഡും ഈ സാമണിൻ്റെ കൂടെ സെർവ് ചെയ്ത സാലഡും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഈ സ്റ്റിർ ഫ്രൈ ബീഫ് ഒന്ന് എടുത്ത് നോക്കാം. എന്താ വെച്ചാൽ ഇവരൊക്കെ എല്ലാവർക്കും നല്ല ധൃതിയുണ്ട് കഴിക്കാനും. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. ബീഫ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പെന എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഗംഭീര. റിബായി അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, റിബായുടെ ഫസ്റ്റ് പോർഷനാണ്. നമുക്കൊന്ന് പെപ്പറിലും സോസിലും മുക്കി കഴിച്ചു നോക്കാം. ഇത് അടിപൊളിയാണ്. ഈ സ്ഥാനത്തിനെ പറ്റി എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും കഴിക്കുന്ന ഒരു സാധനമായിരുന്നു. അത് ഞാൻ ഏറ്റവും സേഫായിട്ട് കഴിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സാധനമാണിത്. ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഇവിടെ സ്റ്റേക്ക് മെനുവിലുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുന്ന സ്റ്റേക്ക് ആയിരിക്കും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നല്ല മീൻ.
നമ്മുടെ സ്റ്റേക്കിൻ്റെ കൂടെ ഒരു സെർവ് ചെയ്ത മാഷ് പൊട്ടറ്റോ ആണിത്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി മാഷ് പൊട്ടറ്റോ ആണ്. അത് നമ്മൾ റിബൈ സ്റ്റേക്കിൻ്റെ കൂടെ മാഷ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പോർട്ടോബെല്ലോ മഷ്റൂംസും ഉണ്ടായിരുന്നു. മഷ്റൂം ഒന്ന് കഴിച്ചു നോക്കാം. റിബൈ അടിപൊളിയാണ്, ഓസ്ട്രേലിയൻ ബീഫാണ്. ഇങ്ങനെയുണ്ട് മഷ്റൂം എന്ന് നോക്കാം. അടിപൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫിനെക്കാട്ടും യമ്മി ആട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ സാമണൊക്കെ ഓൾറെഡി കഴിഞ്ഞു. സാമൺ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സാധാരണ പോലെ സാമൺ ജസ്റ്റ് ഒരു ബേസിക് ഫ്ലേവർ അല്ല, അവരത് ഒരു ഗ്രില്ല് ചെയ്ത പോലെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫയർ ക്രാക്ക് എന്ന് പറയുന്നത്. നല്ല കുറച്ച് ലൈറ്റായിട്ടൊരു സ്പൈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. സാലഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സാലഡാണ്. അവക്കാഡോ ഉണ്ട്, അവക്കാഡോ സാലഡാണ് സെർവ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇവർ പറയുന്ന സ്റ്റിഫ് ഫ്രൈഡ് ബീഫും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് മോശമല്ല കേട്ടോ, എങ്കിൽ കൂടെ ഒരു കൈൻഡ് ഓഫ് ഓർഡിനറി ആയിട്ട് തോന്നിയത് അതാണ്. ചിലപ്പോൾ ഫ്ലേവറിൻ്റെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം, എങ്കിൽ കൂടെ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ജാസ്മിൻ റൈസും തന്നിട്ടുണ്ട്. ജാസ്മിൻ റൈസൊന്നും ആരും കഴിച്ചിട്ടെന്നില്ല. ഈ സ്റ്റിഫ് ഫ്രൈഡ് ബീഫിൻ്റെ കൂടെ സെർവ് ചെയ്താണ് ഈ ജാസ്മിൻ റൈസ്. ജാസ്മിൻ റൈസ് ആരും കഴിച്ചിട്ടില്ല, വേറെ ഡിഷൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഓക്കെയാണ് റൈസ്. അതിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള സാധനമൊന്നുമല്ല. അതെ, ഇവർ പറയുന്ന പോലെ അതിനൊക്കെ അത്ര തന്നെയല്ലേ സ്പെഷ്യലാക്കാൻ പറ്റുള്ളൂ. പെന്നെ കൊള്ളാം, പെന്നെ നല്ലതാണ്. പക്ഷെ നമ്മൾ വൈറ്റ് സോസ് അല്ലായിരുന്നു പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വൈറ്റ് സോസ് ആയിരുന്നു, അത് പറയാൻ മറന്നുപോയി. പക്ഷെ റെഡ് സോസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. അതിൻ്റെ കൂടെ വരും ഒരു ഗാർലിക് ബ്രെഡ് ഒന്ന് സെർവ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. എല്ലാ ഫുഡും നമ്മൾ ഓർഡർ ചെയ്തെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത 4 മെയിൻസ് ആയിരുന്നു. അതിൽ തന്നെ മെയിൻസ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. രണ്ടാമത് സ്റ്റാർട്ടേഴ്സിൽ എന്താ നല്ല പ്രോൺസ് ആയിരുന്നു. ഡൈനമൈറ്റ് പ്രോൺസ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി പ്രോൺസ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിരുന്നത് ഡംപ്ലിങ്സ് ആയിരുന്നു, മോമോസ് ആയിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. നമ്മൾ 4 മെയിൻസും 2 സ്റ്റാർട്ടേഴ്സുമാണ് ഓർഡർ ചെയ്തത്. അത് തന്നെ വളരെ കൂടുതലാണ്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ, പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3 മെയിൻസും ഒരു 2 സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 5 പേർക്കൊക്കെ ധാരാളമാണ് കഴിക്കാൻ. ഫുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ കൂടെ ജനറലി ഒരാൾക്കൊരു നമ്മളൊരു സ്റ്റാർട്ടറും മെയിൻസ് എല്ലാം കഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 70 to 80 dirhams per head ആവും അത്. അതാണ് എന്ന് വെച്ചാൽ ഒരു മെയിൻസിനെല്ലാം തന്നെ മിനിമം നല്ല സാധനങ്ങൾക്കെല്ലാം തന്നെ ഒരു 60 dirhams പ്ലസ് ആണ്. സ്റ്റേക്കിനെല്ലാം 89-90 dirhams ഉണ്ട്. സ്റ്റേക്ക് ആക്ച്വലി ഒരു ജനറലി പുറത്ത് നോക്കുമ്പം ചീപ്പാണെന്ന് തോന്നുമെങ്കിൽ കൂടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ആക്ച്വലി. അപ്പം നമ്മളൊരു സ്റ്റേക്കിൽ അവർ മെയിനായിട്ട് ഉണ്ടായിരുന്ന റിബയും പോർട്ടോബെല്ലോ മഷ്റൂംസും നല്ല അടിപൊളി മഷ്റൂം ആയിരുന്നു. പിന്നെ മാഷ് പൊട്ടറ്റോ ആയിരുന്നു. മാഷ് പൊട്ടറ്റോ നല്ല ഗംഭീര മാഷ് പൊട്ടറ്റോ ആയിരുന്നു എൻ്റെ കൂടെ തന്നിരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും സ്റ്റേക്കിനെല്ലാം ഒരു 90 അവർക്ക് പ്രൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ജനറലി നമ്മൾ 4-5 പേര് കഴിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഡിഷസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 70 to 80 dirhams per person ആണ് ഒരു റേറ്റ് വരുന്നത്. പക്ഷെ ഞാൻ പറയും ആ ഒരു പ്രൈസിന് ശരിക്കും വേർത്താണ്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സർവീസാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഡിഷസ് എല്ലാം പറഞ്ഞു തരും. അപ്പം നമ്മൾ കഴിച്ച 6 ഡിഷും നമുക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പം അതിൽ ഒരു കാര്യം മാത്രം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാസ്ത നല്ല പാസ്തയാണ്. പക്ഷെ നമ്മുടെ സോസ് ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് അവരോട് ജസ്റ്റ് പറയണം, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഭയങ്കര എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നിർഭാഗ്യവശാൽ ചായ കുടിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവർ 12:30 ലാസ്റ്റ് ഓർഡർ എടുക്കുന്നത്. അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല. ചായ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുടിക്കാം. അവർ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹെർബൽ ടീസും ഗ്രീൻ ടീസും ബ്ലാക്ക് ടീസും വൈറ്റ് ടീയും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് നമുക്ക് 2-3 ചായ കുടിച്ചിട്ട് നമുക്ക് നോക്കി അതിൻ്റെ അഭിപ്രായം പറയും. അല്ലാതെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, അത്രേ പറയാനുള്ളൂ. ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യും, ആർക്കും വേണം വന്ന് കഴിക്കാം. സിലിക്കോൺ ഓയാസിസിലാണ്.
ഈ സ്ഥലം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിന് മുമ്പിൽ എത്തിപ്പെടാൻ പറ്റും.